ഈ ആഘോഷം അകത്തുണ്ടായിരുന്നു ശരിക്കും, അത് പുറത്തോട്ട് വന്നുള്ളൂ. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് കുറച്ചു നേരം ഒന്ന് ആനന്ദിക്കാം. ത്രൂ ഔട്ട് ഇവരുടെ കോമഡിയാണ്, അത് തുടക്കം തുടങ്ങിയ അവസാനം വരെ. സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ട് കവളിപ്പോഴും എടുക്കുക. നിങ്ങൾ കണ്ടിട്ട് അടിപൊളിയാണ്. ഇനി നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്ര നല്ല പടമാണ്. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വൈബായിരുന്നു. നമ്മൾ റിവ്യൂ കണ്ടിരുന്നു, അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ വൈബ് ആയിട്ട് ഫീൽ ചെയ്ത് തിയേറ്ററിൽ. എല്ലാവരും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. കംപ്ലീറ്റ് ഫണ്ണാണ്, ഇതിൽ ഒരു സാഡ് മൊമെന്റ് പോലും ഇല്ല, ഫണ്ണാണ്. എല്ലാവരും കാണാം. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീതി. താങ്ക് യു മോനെ. അപ്പോൾ എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വാദോരാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഈ ആഘോഷം അകത്തുണ്ടായിരുന്നു ശരിക്കും, അത് പുറത്തോട്ട് വന്നുള്ളൂ. താങ്ക് യു. നല്ലൊരു കുടുംബചിത്രം കണ്ട ഒരു ഫീലാണ്. തീർച്ചയായിട്ടും നമ്മുടെ പൃഥ്വിരാജ്, സുകുമാരനും അതേപോലെ ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ ഈ അളിയന്മാർ ഈ നമ്മളെ കേരളക്കരെ ചിരിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയും. നിഖില ഭീമിലും അതേപോലെ അനശ്വരയും കൂടി ചേർന്നപ്പോൾ പിന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും നല്ലൊരു കോമഡി ട്രാക്കിലുള്ള നല്ലൊരു കുടുംബചിത്രമായിരുന്നു കാണാൻ സാധിച്ചത്. നല്ലൊരു ചിത്രം. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് കുറച്ചു നേരം ഒന്ന് ആനന്ദിക്കാം. സൈക്കാട്രിസ്റ്റിനെയൊക്കെ പോയി കാണാതെ ഈ പടം വന്ന് കാണും. കാരണം അടിപൊളി, നല്ല പെർഫെക്റ്റ്, നല്ല ചിരിക്കാം. നമുക്ക് ചിരിക്കാത്തവർ പോലും ചിരിച്ചു പോകും. കോമ്പിനേഷൻ നമ്മൾ വിചാരിച്ചത് അതിഗംഭീരമായി വന്നിട്ടുണ്ട്. കാരണം ബേസിലിൻ്റെ ഒരു സേഫ് സോണാണ് കോമഡി എന്ന് നമുക്കറിയാം. പക്ഷേ പൃഥ്വിരാജ് എത്രത്തോളം ഇതിൽ നമുക്കൊരു കറക്റ്റ് കാസ്റ്റാണ് എന്ന് തോന്നുന്നവരൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള രാജേട്ടൻ്റെ അതിഗംഭീര പ്രകടനമാണ്. കാരണം ഇപ്പോൾ പറഞ്ഞുള്ളൂ, നമ്മൾ ഒരേ വർഷം തന്നെ തുടർന്ന് നമ്മൾ കാണുന്നത് സലാർ, ആടുജീവിതം, ഗുരുവായൂരമ്പലടയിൽ ഒന്നുമായിട്ടും ബന്ധമില്ല, ഒരു കംപ്ലീറ്റ് പാക്കേജായി പൃഥ്വിരാജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ക്ലൈമാക്സിൽ എത്തുമ്പോഴുള്ള നന്ദനം റെഫറൻസൊക്കെ ചിരിച്ച് തലകുത്തി മറിയായിരുന്നു തിയേറ്റർ ആൾക്കാർ. അത്രയും കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറാണ്. ത്രൂ ഔട്ട് ഇവരുടെ കോമഡിയാണ്, അത് തുടക്കം തുടങ്ങിയ അവസാനം വരെ. ചില സീനൊക്കെ നമുക്ക് എന്താ പറയുക, ഇപ്പം തിയേറ്ററിൽ ഇരുന്ന് രസിക്കാവുന്ന ഫുൾ എല്ലാ ചെരുവും ഈ പടത്തിലുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി പടം. ഒരുപാട് കാലത്തിന് ശേഷമാണ്, ഇപ്പോൾ ജയജയശ്രീക്ക് ശേഷമാണ് നല്ലൊരു പടം ബേസിൽ ജോസഫിന് നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണുന്നത്. ഒരുപാട് ഇഷ്ടമായി. നല്ല ഒരു ഫാമിലി ഹിറ്റാണെന്നൊന്നും പറഞ്ഞാൽ പറയാം. കാരണം പൃഥ്വിരാജിൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന നല്ലൊരു ഫിലിമാണ്. അതുപോലെ തന്നെ വിപിൻ ദാസ് എന്ന ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് ഹിറ്റാണ് ജയജയശ്രീ ശേഷമുള്ള. പിന്നെ അഭിനയിച്ച് എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഹ്യൂമർ വർക്കൗട്ടുണ്ട്. കാരണം പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരോ സീക്വൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിരിച്ചു പോകും. നന്നായിട്ടുണ്ട്, നല്ല ഹ്യൂമർ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. സഹനടന്മാരൊക്കെ നന്നായിട്ട്, ജഗദീഷ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി. ബേസിൽ ജോസഫൊക്കെ അടുത്തൊരു ജനപ്രിയ നായകനാവാൻ ചാൻസ് കൊടുത്തില്ല. കാരണം നല്ല മാനേഴ്സും കാര്യങ്ങളൊക്കെ നല്ലത് ഹിറ്റാവുന്നുണ്ട്. അടുത്ത കാലത്ത് ഇറങ്ങിയ കോമഡി ടൈമിങ്ങുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഗുരുവായൂരമ്പലം നാട് മാറിയിരിക്കുന്നു. ജയ പോലെയുള്ള സംവിധാന മുൻപടങ്ങളെ പോലെ ഒരു ഭയങ്കര സോഷ്യൽ മെസ്സേജോ അങ്ങനത്തെ യാതൊന്നുമില്ല. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളിലൂടെ കടന്നു പോകുന്ന രണ്ട് ഫാമിലി കടന്നു പോകുന്ന അതിനിടയിലുണ്ടാകുന്ന സ്വാഭാവികമായ നർമ്മങ്ങളും കാസ്റ്റും അവസാനം അജു വർഗീസിൻ്റെ പാട്ടും ആക്ഷനും എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് കോമഡി ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് ഈ ഗുരുവായൂരമ്പലം നടയിൽ വന്നിരിക്കുന്നത്. 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ചിരി, ഔട്ട് ആൻഡ് ഔട്ട് ഒരു 1.5 കല്യാണം കൂടിയ വൈബ്. വിപിൻ ദാസ് ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ട് കവളിപ്പോഴും എടുക്കുക. പൃഥ്വിരാജും ബേസിലെ കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല റാപ്പുമായിരുന്നു. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ വേറെ ലെവലാവും. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ട്, ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പൊളിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ കോമഡീസും നന്നായി വർക്കൗട്ടായിട്ടുണ്ട്, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഐ ആം വെരി ഹാപ്പി ആൻഡ് സൂപ്പറായിരുന്നു, വെരി ഹാപ്പി. നിങ്ങൾ താങ്ക് യു ബ്രദർ. അപ്പോൾ എല്ലാവരും പടം കാണണം, ഫാമിലിയും കാണും. ഓക്കെ, തീർച്ചയായിട്ടും. ഒരു ഗുരുവായൂരമ്പലം അങ്ങനെ തന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാം. സാധാരണ നമ്മൾ ഗുരുവായൂരപ്പനെ തേടി പോവാം. ഇതിപ്പോൾ ഗുരുവായൂരം അവിടെ അങ്ങനെ തന്നെ നമ്മുടെ ആർട്ട് ടീം കൊണ്ടുവന്നൊരു തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക. കാരണം ആർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ആർട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല കോംബോ. പൃഥ്വിരാജും ബേസിലും കലക്കട്ടെ, സൂപ്പറായിട്ടുണ്ട്. കണ്ടിട്ട് അടിപൊളിയാണ്. ഇനി നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം പറയാം. എല്ലാവരും കാണുക. നിങ്ങളെ കണ്ടോ? ഇല്ല, കാണുക. കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം പറയാം. ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് അടിപൊളിയാണ്. പടം ഉഷാറാണ്. ഈ പറഞ്ഞ പോലെ രാജുവേട്ടനാണെങ്കിലും ബേസിൽ ചേട്ടനാണെങ്കിലും അവരാ ഒരു കോംബോ വളരെ വർക്കൗട്ടായിട്ടുണ്ട്. പടം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആടുജീവിതമൊക്കെ കണ്ടിട്ട് പ്രേക്ഷകരൊക്കെ രാജുവേട്ടൻ്റെ അഭിനയം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര
കരഞ്ഞിട്ടൊക്കെയാണ് വന്നത്. എന്താ അവസ്ഥ കാണുമ്പോൾ അന്ന് അത്രയും നന്നായിട്ടാണ് അതിൽ പെർഫോം ചെയ്ത്. പക്ഷേ ഈ പടം കാണുമ്പോൾ രണ്ട് എക്സ്റ്റേണലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഫുള്ളി തുടക്കം മുതൽ അവസാനം വരെ വളരെ രസകരമായിട്ടുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഇണച്ചേർത്തുകൊണ്ട് ഇവരായിട്ടുള്ള കോംബോ വളരെ യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും പ്രേക്ഷകർക്ക് തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച് ചാവാനുള്ളൊരു പടം. ബിബിൻദാസ് വരെ ഡയറക്ടറെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ട് കൂടുതൽ പടത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്ര നല്ല പടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ കോമഡിയാണ്, പക്ഷെ അത് തന്നെയാണ് കോമഡിയാണ്. നമ്മൾ ചിരിച്ചു. പിന്നെ അത് ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ബേസിൽ ജോസഫ് നമുക്ക് എന്ത് പ്രതീക്ഷ ചെയ്യുന്നു അത് നമുക്ക് തരുന്നുണ്ട്. ബേസിൽ ജോസഫ് പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയും ഒക്കെ അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ അനശ്വരയൊക്കെ അടിപൊളിയായിരുന്നു, താരത്തായിരുന്നു, അഭിനയിച്ചു. ഫാമിലിക്കും ജെൻസിനും ഒക്കെ ഇഷ്ടപ്പെടും ഈ പടം. കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ബോത്ത് അവർ രണ്ടുപേരും ഡയറക്ടേഴ്സുമാണ്, അറ്റ് ദ സെയിം ടൈം ആർട്ടിസ്റ്റുമാണ്. അവരുടെ വേഴ്സിറ്റാലിറ്റി നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പടം ഫുള്ള് ഫാമിലി ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റിയ പടമാണ്. അല്ലാതെ ഇന്ന പ്രായക്കാർക്ക് കാറ്റഗറി ഒന്നുമില്ല, ഏത് പ്രായക്കാരും കാണാൻ പറ്റിയത്. ഫാമിലിയൊക്കെ ഇടിച്ച് കയറും. ഇനി 100% ഉറപ്പാണ്. നല്ല ബുക്കിംഗ് ആണ് ഇനി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം എല്ലാ സിനിമകളും നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം എല്ലാവർക്കും കൂടെ ഗ്യാദർ ചെയ്തിട്ട് കുറേ പേർക്ക് ഒരുമിച്ച് പോയിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് തോന്നുന്നത്.